ഹായ്, ചായക്ക് കടി കടലമാവ് തട്ടിയിടണം. മതി മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. കടലമാവ് എപ്പോഴും കാണും. എപ്പോഴാണ് എന്താണ് ചായക്ക് കടി ഉണ്ടാക്കാൻ പറ്റിയതാണെന്ന് അറിഞ്ഞത്. അതുകൊണ്ട് സ്റ്റോക്ക് കാണും. കടലമാവ്, മുട്ട വെച്ച ഐറ്റം, മുട്ട ബജ്ജി. മുട്ട ബജ്ജി ഉണ്ടാക്കുന്നത്. കുറച്ച് എന്തുവാണ്, സോഡാപ്പൊടി, പിന്നെ ഉപ്പ് കല്ലുപ്പാണ് കേട്ടോ. പൊടിയുപ്പ് തീർന്നു. കടയിൽ പോയപ്പോൾ കല്ലുപ്പേ ഉള്ളായിരുന്നു. അങ്ങനെ കല്ലുപ്പ്, പിന്നെ മുളക് പൊടി ടിന്നിലിട്ട് വെച്ചിരുന്ന തേറ്റി വന്നു. പാക്കറ്റിൽ മേടിച്ച് വെച്ചിരുന്നു. കുറച്ചിട്ട് കൊടുക്കുക. മതി, കുറേശ്ശെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. കുറേശ്ശെ ഇട്ട് കൊടുക്കാൻ. വെള്ളം കൂടിപ്പോയ പ്രശ്നമാണ്. കഴിച്ചു എന്തോ ഉണ്ടാക്കിയാലും കുറെ വെളിയിൽ പോകും. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കറക്റ്റ് ലെവലാക്കി എടുക്കണം. വെള്ളം കൂടിപ്പോകുന്ന പേടിയാണ്. അതാണ് പേടിച്ചാണ് ഒഴിക്കുമ്പോൾ തന്നെ കൈ വിറച്ചാണ് ഒഴിക്കുന്നത്. കൂടിപ്പോയാലും കുഴപ്പമില്ല. കടലമാവുണ്ട്, അതുകൊണ്ട് പേടിക്കണ്ട. പക്ഷെ മുട്ടയിലേ ഉള്ളൂ. 2, 4, 6 മുട്ട. ഇത് ഒരു ശകലം കൂടി, ഏതാണ്ട് ഈ ഒരു പരിവായി. പൊട്ടിയോളം കൂടെ ഒഴിക്കാം. മതി. അപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി മുട്ട അവിച്ചിട്ടിരിക്കുന്നത് പൊളിച്ചെടുക്കാമേ. അത് നേരത്തെ അങ്ങ് അവിച്ചിട്ട പിന്നെ എളുപ്പമാണ് ഉണ്ടാക്കാനേ. എന്തായാലും കഴുകി വെച്ചിട്ട് എന്തായാലും ചട്ടി ഒന്ന് ചൂടാക്കാൻ വെക്കട്ടെ. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് ചൂടാകാൻ നല്ല താമസമാണ്. അപ്പൊ ഇതൊന്നേ 2 പീസാക്കി എടുക്കാം. തോടിരിക്കണേ ഉള്ളൂ. ഞാൻ ചിലപ്പോൾ 2 പീസാക്കും, ചിലപ്പോൾ 4 പീസാക്കും. 4 പീസാക്കുമ്പോഴേ ഇതിങ്ങനെ 4 പീസാക്കുകയാണെങ്കിൽ അതോടെ എടുത്ത് വായിൽ വയ്ക്കാം. ഒറ്റ ഇതായിട്ട് വായിലങ്ങിടും. പിള്ളേർക്ക് കൊച്ചു പീസാക്കി ഇടുന്നതാ ഇഷ്ടം. കുഴപ്പമില്ല, എങ്ങനെയായാലും നമ്മളല്ലേ കഴിക്കുന്ന. 2 പീസ് മതി തട്ടാൻ പറ്റും. ഇതെണ്ണ ഒഴിക്കും. സൺഫ്ലവർ ആണേ. സൺഫ്ലവർ മേടിച്ച് മതി. എപ്പോഴാണ് ഏതൊക്കെയാണ് ആവശ്യം വരണേന്ന് അറിഞ്ഞൂടാ, എടുത്ത് വെക്കണം. എൻ്റെ മോതിരം എങ്ങനെയുണ്ട്? മോതിരം കാണിച്ചില്ലല്ലോ. ഇവിടെ പറക്കി ഒതുക്കിയപ്പോഴും കിട്ടിയതാ. ഒരുപാട് നാളായി. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ടേ. അപ്പൊ എന്തായാലും എടുത്തിടാം. ഒന്നിട്ട്, 2 മറിച്ചിട്ടിരിക്കുന്ന. അതായത് എടുക്കാം. റെഡിയായി. ഓക്കെ ആയിട്ടുണ്ട്. അടുത്തത് വറക്കിയിടാം.
4 പീസ് വെച്ചിടാം. 4 4 8 12 പീസ്. ഓക്കെ, മതി. എണ്ണ കറക്റ്റ് തന്നെ കേട്ടോ. ഇതും കൂടെ ഇടുമ്പോൾ എണ്ണ തീരും. ഇല്ലെങ്കിൽ ഇതിനടുത്ത് കളയാണ് ചെയ്യുന്നത്. അതൊന്നും കുഴപ്പമില്ല. അപ്പം റെഡി. ഓക്കെ, അപ്പതാ മുട്ട ബജ്ജി. ഓ, എന്നാ ചൂടാറിയില്ലല്ലോ. ഇല്ല, നല്ല ചൂട് കേട്ടാ. ചൂടാറിയാലേ കഴിക്കത്തുള്ളൂ. ഇത് മുട്ട ആയതുകൊണ്ട് അകത്ത് നല്ല ചൂടായിരിക്കും. സൂപ്പർ, അടിപൊളി. പിന്നെ കടലമാവ് ആയതുകൊണ്ട് ഇതായാലും ടേസ്റ്റിയാണ്. നല്ല കറക്റ്റ് ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ. മുട്ട കിട്ടിയില്ല കളിക്കാൻ. സൂപ്പർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ശരി, ഞാൻ ചായ ഇട്ട് ഇരുന്ന് കഴിക്കാം. ടാറ്റാ.